നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ UDF ചോദിച്ചു വാങ്ങി ഇടത് സ്ഥാനാർത്ഥിയെ. ആര്യാടൻ ഷൗക്കത്തിനെ ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിട്ടും CPM-ന് മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ലെന്ന് കളിയാക്കുന്നതിനിടെ നാട്ടുകാരനായ സ്വരാജിനെ മത്സരിപ്പിക്കാത്തത് പാർട്ടിയുടെ വിശ്വാസക്കുറവെന്നും സ്വരാജിന്റെ പേടിയെന്നും കളിയാക്കിയ കോൺഗ്രസുകാർക്കുള്ള മറുപടിയായി സെക്രട്ടേറിയറ്റ് തീരുമാനം. സ്വരാജ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ നേരിടും. പോരാട്ടം കനത്തതിൽ UDF ക്യാമ്പിൽ ആശങ്കയുണ്ടെങ്കിലും രാഷ്ട്രീയ പോരാട്ടത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് VD സതീശനും കൂട്ടരും. നിലമ്പൂരിൽ 2006-ന് ശേഷം പൊളിറ്റിക്കൽ ഫൈറ്റിന് CPM തയ്യാറായതോടെ UDF-ന്റെ ഈസി വാക്കോവറിൽ നിന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് നിലമ്പൂർ കടക്കുമ്പോൾ വഴിയാധാരമാകാതിരിക്കാൻ കഴിഞ്ഞ പകലും കാത്തിരുന്ന PV അൻവറിനെ UDF കൂടെ കൂട്ടുമോ? സ്വരാജിന്റെ വരവ് ഗുണമാകും. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ ശ്രീ VPP മുസ്തഫ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ CK ഷാക്കിർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ CK ഷാക്കിർ, താങ്കളും കഴിഞ്ഞ ദിവസം ഇതേ പ്രൈം ഡിബേറ്റിൽ ആവശ്യപ്പെട്ടതാണ് സ്വരാജിന് ഇറങ്ങാൻ ധൈര്യമുണ്ടോ എന്ന്. ആവശ്യമല്ലായിരുന്നു, അതൊരു വെല്ലുവിളിയായിരുന്നു. ഇപ്പോൾ LDF അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. CPM-ന്റെ തീരുമാനം പൊളിറ്റിക്കൽ ഫൈറ്റിന് തയ്യാറായി വന്നിരിക്കുകയാണ്. സ്വരാജിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഷാക്കിർ കേട്ടില്ലേ? കേട്ടില്ല. ഷാക്കിർ, താങ്കളും പറഞ്ഞിരുന്നു, ഇതേ പ്രൈം ഡിബേറ്റിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സ്വരാജിന് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ സ്വരാജ് തന്നെ വന്നിരിക്കുകയാണ് നിലമ്പൂരിൽ. അല്ല, സ്വരാജിനെ നമ്മൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോ ഇന്നലെ ഇതേ ചർച്ചയിൽ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഇത് പ്രബുദ്ധ കേരളം എന്ന് പറയാൻ പാടില്ല. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ അത്തരം ആളുകളെയോ പരിഗണിക്കാതെ ഏതെങ്കിലുമൊക്കെ ആളുകളെ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവരാറാണ് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടാവും. നമ്മൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ, ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാവട്ടെ. ഇതൊരു നല്ല തെരഞ്ഞെടുപ്പായി കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചർച്ചകളായി മാറണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ ഈ സ്ഥാനാർത്ഥിയായി സ്വരാജിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. സ്വരാജ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. പിണറായി വിജയൻ അനുകൂലമായി നടന്നിട്ടുള്ള ഒരു ട്രെൻഡുണ്ടായ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട യുവജന നേതാവാണ് സ്വരാജ്. അത് നമുക്കറിയാം എന്താണ് കാരണമെന്ന്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്വരാജിനുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് തെളിവാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ട് ദയനീയ പരാജയം. അദ്ദേഹം മന്ത്രിയാകുമെന്ന് ഉറപ്പായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ജയിച്ചാൽ മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിക്ക് സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ ആളുകൾ വോട്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. എന്നിട്ടും അതിദയനീയമായിട്ടാണ് സ്വരാജ് അത് തോറ്റത്. മാത്രവുമല്ല, ഇന്ന് സ്വരാജിനെ പ്രഖ്യാപിച്ചപ്പോ CPM-ന്റെ ചില കോണുകളിൽ നിന്ന് ചില പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എന്താ കണ്ടത്? PS അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് പിണറായിയുടെ ഭക്തനായി രംഗത്ത് നിർമ്മിച്ചിട്ടുള്ള സ്വരാജിനെ നമുക്ക് ഓർമ്മയുണ്ടാകും. അതിന് PS അച്യുതാനന്ദൻ കൊടുത്തിട്ടുള്ള മറുപടിയും നമ്മൾ കണ്ടതാണ്. വളരെ രസകരമായി CPM സമ്മേളനത്തിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനെയും സ്റ്റേജിലിരുത്തി 1943 കയ്യൂർ സമരത്തിന്റെ കഥ പറഞ്ഞു, 4 ജീവനുകൾ പൊലിഞ്ഞ കഥ പറഞ്ഞ് അതിൽ ഞാൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏറ്റുവാങ്ങിയെന്ന് സ്വരാജിന് മറുപടി കൊടുത്ത VS അച്യുതാനന്ദനെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ചർച്ചയാക്കണം. അത് നമുക്ക് രാഷ്ട്രീയ ചർച്ചയാവട്ടെ. രാഷ്ട്രീയവും വികസനവും ചർച്ചയാകും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഞങ്ങൾ സന്തോഷം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കളിയാക്കുകയായിരുന്നു, ശരിക്കും CPM-നെ കളിയാക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥിയെ തേടി ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നു എന്നൊക്കെയായിരുന്നു ആ കളിയാക്കലുകൾ. പക്ഷേ സ്വരാജിനെ മത്സരിപ്പിക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. അതായത് പൊളിറ്റിക്കൽ ഫൈറ്റിന് CPM തയ്യാറല്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? UDF ക്യാമ്പുകൾ. ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും UDF ക്യാമ്പിൽ ആശങ്കയുണ്ടോ? UDF-ന്റെ ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് തന്നെ പറയാം. അവിടെ അൻവറിലൂടെ LDF ജയിച്ചു എന്നതേ ഉള്ളൂ. പക്ഷേ അന്തരീക്ഷം നോക്കുമ്പോൾ UDF-ന്റെ മണ്ഡലമായി തന്നെ കണക്ക് കൂട്ടാം. പക്ഷേ സ്വരാജ് വന്നതോടുകൂടി നിങ്ങൾക്ക് അബദ്ധം പറ്റിയ പോലെ ആയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ സ്വരാജിനെ ചോദിച്ചു വാങ്ങിയത് നിങ്ങൾ തന്നെയാണല്ലോ. സ്വരാജ് വാ എന്ന് ആവശ്യപ്പെട്ടത് നിങ്ങൾ തന്നെയാണ്. ഷാക്കിർ, അല്ല ശരിയാണ്. ഇന്നലെ ഇതേ ചർച്ചയിൽ മെഞ്ഞാന്ന് ചർച്ച ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പോരാട്ടമാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വരാജിന്റെ നാടാണ്, സ്വരാജ് മത്സരിക്കട്ടെ.
ശരി, വസന്ത് അതിനുള്ള വസന്തും അതേ നിലപാടുള്ള ആൾ തന്നെയായിരുന്നു. രാഷ്ട്രീയ പോരാട്ടത്തിന് CPM തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കാണാമായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായി CPM വന്നിരിക്കുകയാണ്. സ്വരാജിനെ തന്നെ കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക്. എല്ലാ അർത്ഥത്തിലും ശ്രീ മഞ്ജുഷ്, എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ശ്രീ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം വസന്ത് നിങ്ങൾ പറയുന്നത് പോലെ M സ്വരാജ് മത്സരിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചത്. അതായത് ഏതോ ഒരു സിനിമയിൽ സോണിയ വന്നാട്ടെ എന്ന് പറയുമ്പോൾ അവസാനം സോണിയ വലിയ ഭീമാകാരനായ സോണിയ വരുന്നത് പോലെ എന്നൊന്നും നിങ്ങൾ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ സ്വരാജിനെ പ്രതീക്ഷിച്ച് തന്നെയാണ് വിളിച്ചത്. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ മണ്ഡലത്തിൽ നിന്നുള്ള CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ M സ്വരാജാണ്. ആ മണ്ഡലത്തിൽ നിന്നും ജില്ലയിൽ നിന്നുമുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹമാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ആ മണ്ഡലത്തിലേക്ക് ഞങ്ങൾ രാഷ്ട്രീയ പോരാട്ടത്തിലാണ്. എന്തിനാണെന്നറിയാമോ? ഞങ്ങളെ സംബന്ധിച്ച് ഇത് സെമി ഫൈനലാണ്. ഈ സെമി ഫൈനൽ ഞങ്ങൾ ജയിക്കുമെന്നും അത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അത് ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെയും ബൂത്ത് പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടിങ്ങിന്റെയും ഭാഗമായി ഞങ്ങൾക്ക് മനസ്സിലായതാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ജയിക്കുമ്പോൾ അത് സ്വതന്ത്രനായത് കൊണ്ടാണല്ലോ, പാർട്ടി ചിഹ്നം ഇല്ലാത്തത് കൊണ്ടാണല്ലോ, ആ വോട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ, ഈ വോട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ എന്ന് പറയുന്ന സ്ഥിരം CPM ക്യാപ്സ്യൂൾ ഞങ്ങൾ എതിരിടാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. നേരിട്ട് അവിടെ CPM-ന്റെ ചിഹ്നത്തിൽ ഒരാളെ പരാജയപ്പെടുത്തിയാൽ സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പ് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും ഞങ്ങൾക്ക് വലിയ ആർജവത്തോടെ, ഞങ്ങൾക്ക് വലിയ സന്തോഷത്തോടു കൂടി ആ ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കും. അതുകൊണ്ട് സെമി ഫൈനലിൽ ശക്തനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ M സ്വരാജിനെ വിളിച്ചത്. M സ്വരാജിനെ ഒരു നിസ്സാര സ്ഥാനാർത്ഥിയായോ ജോ ജോസഫിനെ പോലെ, അല്ലെങ്കിൽ ജെയ്ക് സി തോമസിനെ പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പോലെ, ഡോക്ടർ P സരിനെ പോലെ സ്ഥാനാർത്ഥിയായൊന്നും ഞങ്ങൾ കാണുന്നില്ല. ശ്രീ സ്വരാജ് മിടുക്കരായ സ്ഥാനാർത്ഥിയാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മാത്രം പോരായിക കൊണ്ടല്ല, മറിച്ച് ഈ സർക്കാരിന്റെ കൂടി പോരായികകൾ കൊണ്ട് അദ്ദേഹം തോൽക്കാൻ പോവുകയാണ്. ഇനി ജയം തോൽവിയൊക്കെ പിന്നീട് നിശ്ചയിക്കേണ്ടതാണ്. പക്ഷേ സ്വരാജിനെ ഇറക്കാത്തതും പൊതു സ്വതന്ത്രനെ LDF തേടുന്നതും അത് ആത്മവിശ്വാസക്കുറവാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. തോൽക്കുമെന്ന് ഉറപ്പായത് കൊണ്ടാണ് UDF-ന് ഈസി വാക്ക് ഓവർ കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിരുന്നു. അതിനിപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുകയല്ലേ? അതാണ് ഈ സ്വരാജിന്റെ പ്രസക്തി എന്ന് തോന്നുന്നു ഇന്ന് സ്വരാജിനെ രംഗത്തിറക്കുന്നത്. ഒരിക്കലുമില്ല. ഈ സ്വരാജ് അൻവർ അവിടെ മത്സരിക്കുന്ന സമയത്തും അവിടെ ഉണ്ട്. നിലമ്പൂരുകാരനാണ് സ്വരാജ്. അല്ലാതെ കഴിഞ്ഞ ദിവസം അവിടെ പോയി അൻവർ രാജിവെച്ചതിന് ശേഷം അവിടെ പോയി വീട് മേടിച്ച ആളല്ല. അൻവർ ആദ്യം മത്സരിക്കുമ്പോൾ സ്വരാജ് DYF-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സംസ്ഥാനത്ത് തന്നെ. അൻവർ രണ്ടാമത് മത്സരിക്കുമ്പോൾ ഇതേ സ്വരാജ് CPM-ന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. എന്തുകൊണ്ടാ അൻവറിന് പകരം ഒരു പൊതു സ്വതന്ത്രന് പകരം അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി സ്വരാജിനെ ഇറക്കാൻ ഇവർക്ക് തോന്നാതിരുന്നത്? ഇപ്പോൾ ഇതാ നാട് മുഴുവൻ തപ്പി നടന്നിട്ടും ആരെയും കിട്ടാതെ വന്നപ്പോൾ, നിലമ്പൂർ അങ്ങാടിയിൽ തപ്പിയെടുക്കാവുന്നിടത്ത് മുഴുവൻ തപ്പിയിട്ടും ആരും ബലിയാടാവാൻ തയ്യാറാവാതെ വന്നപ്പോൾ അമ്മായിച്ചനും മരുമകനും കൂടി ഉണ്ടാക്കിയ ഒരു എലിക്കണിയാണിത്. ആ കെണിയിൽ സ്വരാജ് പെട്ടുപോയെന്നാണ് സഹതാപം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ മഞ്ജുഷ്, നേരത്തെ എന്റെ സുഹൃത്ത് ശ്രീ ഷാക്കിർ പറഞ്ഞില്ലേ പണിഷ്മെന്റിനെ പറ്റി, ആ സ്വരാജ് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. നോക്കൂ, പത്തനംതിട്ടയിൽ തോമസ് ഐസക് സാറിനെ പോലെ, വടകരയിൽ KK ശൈലജ മാഡത്തെ പോലെ, ആലപ്പുഴയിൽ G സുധാകരൻ അങ്ങുന്നതിനെ പോലെ അമ്മായിച്ചനും മരുമകനും ചേർന്ന് പിണറായിയുടെ അടുക്കളപ്പുറത്ത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എഴുതി കൊടുത്ത മറ്റൊരാളാണ് M സ്വരാജ്. ക്ലിയർ ആണല്ലോ? പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ തോപ്പിച്ചതുപോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തതുപോലെ, വടകരയിൽ ശൈലജ ടീച്ചർ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തതുപോലെ, ഈ പറഞ്ഞ ആലപ്പുഴയിൽ G സുധാകരന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തതുപോലെ, മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി വളർന്നു വരേണ്ടിയിരുന്ന ആളെ MP ആക്കി അങ്ങോട്ട് വിട്ടതുപോലെ, ഏറ്റവും ഒടുക്കത്തെ പിണറായി മരുമകൻ ട്രയത്തിന്റെ ടീമിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏറ്റുവാങ്ങേണ്ടി വന്ന ആളാണ് M സ്വരാജ്. മോഹൻ ബഗീസ് അങ്ങനെയൊക്കെയാണോ? CPM അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആ രീതിയിൽ കണ്ടുകൊണ്ട് സ്വരാജിനെ അയക്കുന്നു എന്ന് വേണമോ കരുതാൻ? പക്ഷെ ഇവിടെ പൊളിറ്റിക്കൽ ഫൈറ്റിന് CPM തയ്യാറായി എന്നുള്ളത് CPM-ന്റെ ആത്മവിശ്വാസത്തെ കൂടി സൂചിപ്പിക്കുന്നതല്ലേ? തീർച്ചയായും വസ്തുതകൾ തന്നെയാണ് ശ്രീ മഞ്ജുഷ്. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന്, രാഷ്ട്രീയ പോരാട്ടത്തിന് CPM തയ്യാറായി. കോൺഗ്രസ് ഒരിക്കലും ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല സ്വരാജ് തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാൻ സന്നദ്ധമാകുമെന്നും CPM അദ്ദേഹത്തെ ഫീൽഡ് ചെയ്യുമെന്നും ഒരിക്കലും വിചാരിച്ചു കാണില്ല. അതുകൊണ്ടാണല്ലോ വെല്ലുവിളിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് സ്വരാജിനെ ഇറക്കുന്നില്ല. പക്ഷെ അത് വെല്ലുവിളിയായിട്ടല്ല, അതൊരു ആർജവത്തോടു കൂടി തന്നെ CPM ഏറ്റെടുത്താണ്. പക്ഷേ ശ്രീ വസന്ത് തെങ്ങമ്പള്ളി പറഞ്ഞ ഒരു കാര്യത്തിൽ തീരെ അർത്ഥമില്ല എന്ന് പറയാനും ആവില്ല. അതൊരു രണ്ടാം തോട്ടാണ്. അതായത് മുൻകാലങ്ങളിൽ
CPM ഒരു ഇപ്പോഴത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടല്ലോ, അത് തീർച്ചയായും ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരുപക്ഷെ മരുമകന് പ്രത്യേക പ്രാധാന്യം ലഭിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഭാവിയിൽ ഒരു ത്രെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള 2-3 പേരിൽ ഒരാളാണ്. അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മരുമകന് പൊതുമരാമത്ത് മന്ത്രിക്ക് ഭാവിയിൽ മുഖ്യമന്ത്രി പദത്തിലേക്കോ CPMൻ്റെ ഉന്നത നേതൃത്വത്തിലേക്കോ ഒരു വലിയ വെല്ലുവിളി ഉണ്ടാകാൻ സാധ്യതയുള്ള വളരെ പരിണതപ്രജ്ഞനായ ഒരു നേതാവാണ്, യുവ നേതാവാണ്, പ്രായം അദ്ദേഹത്തിന് അനുകൂലമാണ് എം സ്വരാജ്. അതുകൊണ്ട് എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ലോങ് റോപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും താങ്കൾ ഉദ്ദേശിക്കുന്നത് തോറ്റു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണോ? ജയിച്ചാൽ മന്ത്രിയാണ്, ജയിച്ചാൽ മന്ത്രി വരെയാകാം. മന്ത്രി മാത്രമല്ല, ജയിച്ചാൽ ജയന്റ് കില്ലറാണ്. ഇതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. അതുകൊണ്ട് അത്ര എളുപ്പമൊന്നുമല്ലത്. ഏതെങ്കിലും കാരണവശാൽ ഇപ്പോഴും അൻവർ കയ്യാലപ്പുറത്ത് തന്നെയാണ്. UDF-നോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് ഇന്നത്തെ കമ്പോള നിലവാരം പറയുന്നത് അൻവർ UDF-നോടൊപ്പം തന്നെ ചേർന്ന് ഏതാനും നിമിഷങ്ങൾക്ക് അത് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം UDF-ന്റെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് അൻവർ വേറെ മത്സരിക്കുകയും അതിശക്തമായൊരു ത്രികോണ പോരാട്ടം, അൻവർ ത്രികോണ പോരാട്ടമൊന്നുമല്ല, UDF LDF തമ്മിൽ തന്നെ ആയിരിക്കും മത്സരം. അൻവർ ഒരു 3ാം സ്ഥാനത്ത് വരും. പക്ഷെ അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ അൻവർ പിടിക്കുന്ന വോട്ടിൻ്റെ സിംഹഭാഗവും ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആൻറ്റി പിണറായി വോട്ടുകളായിരിക്കും. അതിൽ യാതൊരു തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ UDF-ന്റെ മാർജിൻ വളരെ നേർത്തതായിരിക്കും. അപ്പോഴും UDF-ന് മേൽക്കൈ ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. അതങ്ങനെ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അത് മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ചെറിയ മാർജിനെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന് ജയിച്ചു വരാനായാൽ അദ്ദേഹം മറ്റ് തൻ്റെ പ്രായമുള്ള ഭാവി നേതാക്കന്മാർക്ക് ഒരു അടി മുകളിൽ തലപ്പൊക്കത്തിൽ എം സ്വരാജ് നിൽക്കും. ആ ഒരു റിസ്ക്കും കൂടി ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം ഇപ്പോൾ അത് ഇതാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് 2 രീതിയിൽ മുറിയാവുന്ന വാള് തന്നെയാണ്. ശ്രീ VP മുസ്തഫ എല്ലാത്തിനും ചേർത്തുള്ള മറുപടി. എന്തായാലും പൊളിറ്റിക്കൽ ഫൈറ്റിന് CPM തയ്യാറായതിൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. എന്തായാലും CPM-ഉം LDF-ഉം അതല്ല ഒരു പൊതു സ്വതന്ത്രനെ ആയിരുന്നു കണ്ടെത്തിയത് എങ്കിൽ അത് വിമർശനത്തിന് വിധേയമാകുമായിരുന്നു. ബാക്കിയുള്ള 2 പേരും പറഞ്ഞതിനുള്ള മറുപടി കൂടി താങ്കൾക്ക് പറയാവുന്നതാണ്. അതൊരു വിമർശനവും അതുപോലെ തന്നെ ആരോപണവും ഒക്കെയാണല്ലോ, രാഷ്ട്രീയ ആരോപണങ്ങൾ. അത് CPM-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കൂടി കടന്നു ചെല്ലുന്നതാണ്. CPIM ഏത് തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് കാണുന്നത്. അത് CPIM-ന്റെ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ മാത്രമേ രാഷ്ട്രീയ പോരാട്ടമാകൂ എന്ന തെറ്റായ ധാരണയൊന്നും ഞങ്ങൾക്കില്ല. കാരണം ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാലും ഏത് ചിഹ്നത്തിൽ മത്സരിച്ചാലും അവിടെ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ കാര്യങ്ങളാണ്. അന്നത്തെ ഭരണ സാഹചര്യങ്ങൾ, അന്നത്തെ സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാർവദേശീയമായിട്ട് എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടെങ്കിൽ അത്, അല്ലാതെ നമ്മൾ കുടുംബകാര്യങ്ങളോ അടുക്കളപ്പുറത്തെ കാര്യങ്ങളോ പറഞ്ഞിട്ടല്ലല്ലോ പൊതു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയാലും വോട്ട് പിടിക്കുക. വോട്ട് പിടിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നയാൾ സ്ഥാനാർത്ഥിയായാലും അല്ലെങ്കിൽ ഇന്ന ചിഹ്നത്തിൽ മത്സരിച്ചാലേ രാഷ്ട്രീയ പോരാട്ടമാവൂ എന്നൊക്കെ കരുതുന്നത് തെറ്റായ നിഗമനമാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ CPIM 2 തവണയായിട്ട് അവിടെ വിജയിച്ചത് രാഷ്ട്രീയ പ്രവർത്തകനല്ലേ അദ്ദേഹം. PV അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? പഴയ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ വലിയ കോൺഗ്രസ് നേതാവിന്റെ മകനല്ലേ? ഉറച്ച കോൺഗ്രസ് കുടുംബത്തിൽ നിന്നല്ലേ അദ്ദേഹം വന്നത്? അതുകൊണ്ട് അവിടെ പറഞ്ഞത് ആ കോൺഗ്രസ് രാഷ്ട്രീയം, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് മാറാനിടയായ രാഷ്ട്രീയം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞിട്ടാണ് അവിടെ വിജയിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ അല്ലാതായാൽ പൊളിറ്റിക്കൽ അല്ലാത്ത പോരാട്ടമൊന്നും നടന്നിട്ടില്ല. ഇപ്പൊ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉള്ള പോരാട്ടമാകുന്നു എന്ന് പറയാം എന്ന് മാത്രം. കുറെ കൂടി ശക്തമായ നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഗോപീഷ് താങ്കൾ തന്നെ അവരോട് ചോദിച്ചു, UDF-ന്റെ 2 പ്രതിനിധികളോട്, കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിനിധികളോട്, നിങ്ങളല്ലേ ഇങ്ങനെയെല്ലാം പറഞ്ഞിരുന്നത് സ്വരാജ് വരട്ടെ വരട്ടെ എന്ന്. എന്നിട്ട് ഇപ്പൊ പറയുകയാണ് ഇതൊക്കെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ പറയുന്നത് എന്ത് രാഷ്ട്രീയമാണെന്ന്. ഇങ്ങനെ ഈ അമ്മാവൻ മരുമകൻ, നിങ്ങൾ ഇത് എത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കും? നിങ്ങൾക്ക് എത്ര കാലം ഇങ്ങനെയുള്ള ഈ ജൽപ്പനങ്ങളുമായിട്ട് പോകാൻ വേണ്ടി കഴിയും? എന്തെങ്കിലും ഒരു ബേസ് വേണ്ടേ? നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടേ, യുക്തി വേണ്ടേ? നിങ്ങൾ ഇങ്ങനെ പിണറായി, റിയാസ് ഈ ബന്ധം പറഞ്ഞിട്ട് പോയാൽ എത്ര കാലം നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ വേണ്ടി കഴിയും? ഇല്ലാത്ത കാര്യമാണോ ശ്രീ VP മുസ്തഫ? ഇല്ലാത്ത കാര്യമാണോ? അതൊരു രാഷ്ട്രീയ പ്രതിപക്ഷത്തിന് ഒരു ആരോപണം മാത്രമാണോ? 10 സെക്കൻഡ് സംശയം. ശ്രീ മുസ്തഫ അങ്ങ് വഴങ്ങാമോ? 10 സെക്കൻഡ് സംശയം. എന്താണ് കോൺഫിഡന്റ് ആയിരുന്നെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കാൻ നിങ്ങൾ ഇടവരുത്തിയത്?
ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിയുന്നു. നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പൊ സ്വരാജ് നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളിൽ സ്വരാജോ കോൺഫിഡന്റ് ആയിരുന്നെങ്കിൽ ഇത്രയും ദിവസം അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി വരുമായിരുന്നില്ല. അവിടെ മത്സരിക്കാൻ അദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എടുത്ത സമയമാണ്, ആ ടൈം ലാഗാണ് ഞങ്ങൾ അടക്കമുള്ളവർക്ക് നിങ്ങളൊരു ട്രോൾ മെറ്റീരിയൽ ആവാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് നിന്ന് തന്നത്. അതിൽ അത് അത്ര വലിയ സമയമാണോ ശ്രീ വസന്ത് തെങ്ങുംപള്ളി? ശരി മുസ്തഫ. വസന്തേ, നിങ്ങൾ എത്ര തെരഞ്ഞെടുപ്പുകൾ വസന്ത് ഈ പ്രായത്തിനുള്ളിൽ കണ്ടു? നമ്മളും കണ്ടു. എല്ലാ തെരഞ്ഞെടുപ്പിലും നോട്ടിഫിക്കേഷൻ വരുമ്പോ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? 2024 നിങ്ങൾ വലിയ വിജയം നേടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ എപ്പോഴാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്? നോട്ടിഫിക്കേഷൻ വന്ന ദിവസം. നിങ്ങളിപ്പോ നിലമ്പൂരിൽ ചെയ്തതുപോലെ കേരളത്തിലെ 20 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ അന്ന് UDF കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയാ 26/5/2025 എന്ന് പറഞ്ഞാൽ ഇന്ന് 30-ാം തീയതിയാ. കൃത്യം 5 ദിവസം, ഒരാഴ്ച പോലും ആയിട്ടില്ല. 5 ദിവസം മുമ്പാണ് ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. അന്നാണ് വസന്ത് പോലും അറിയുന്നത്, AICC പോലും അറിയുന്നത്. ഇതാ ജൂൺ 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെയാ ഒരാഴ്ച മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത്? 26/5 നോട്ടിഫിക്കേഷൻ വന്ന് അതിനുശേഷമാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നത്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സംഘടനാ രീതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. നിങ്ങൾ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വം കളമശ്ശേരിയിൽ അന്ന് പ്രത്യേകം യോഗം ചേരുന്നു. എന്നിട്ട് നിങ്ങൾ ഹൈക്കമാൻഡിനെ അയക്കുന്നു, ഹൈക്കമാൻഡ് അപ്രൂവ് ചെയ്യുന്നു. എന്നിട്ട് AICC പ്രസിഡന്റിന്റെ പ്രസ്താവനയായിട്ട് വരുന്നു. നിങ്ങൾക്കൊരു സംഘടനാ രീതി ഉള്ളതുപോലെ CPIM-ന് അതിന്റെ സംഘടനാ രീതിയില്ലേ? ഞങ്ങൾ എന്താ അന്ന് തന്നെ പറഞ്ഞത്? 30-ാം തീയതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. നിങ്ങൾ അന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഞങ്ങൾ തീയതി വെച്ചിട്ട് തന്നെയാ പറഞ്ഞത്. എന്തുകൊണ്ടാ പറയുന്നത്? ഇന്നത്തേക്ക് ഈ വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഇത് ജൂൺ 2-ാം തീയതിയെ നോമിനേഷൻ കൊടുക്കേണ്ടതുള്ളൂ. 2-ാം തീയതി നോമിനേഷൻ കൊടുക്കേണ്ടതുകൊണ്ട് തിടുക്കപ്പെട്ട് വേറൊരു സെക്രട്ടേറിയറ്റ് യോഗം ചേരേണ്ടതില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതുകൊണ്ടാണ് അന്ന് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ 30-ാം തീയതി പ്രഖ്യാപിക്കും. പക്ഷെ മറ്റൊരു കാര്യം കൂടി ശ്രീ VPP മുസ്തഫ, ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം നിലമ്പൂരിൽ മറ്റൊരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടി ഉടലെടുത്തിട്ടുണ്ട്. അത് PV അൻവർ എന്ന വ്യക്തിയാണ്. PV അൻവറിനെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ UDF-ന്റെ തീരുമാനം മിക്കവാറും അല്പസമയത്തിനുള്ളിൽ പ്രതീക്ഷിക്കുകയാണ്. ഈ കഴിഞ്ഞ പകൽ കൂടി കാത്തിരിക്കുന്നു എന്നായിരുന്നു PV അൻവർ പറഞ്ഞത്. അതുകൊണ്ട് ആ സമയവും കഴിയുകയാണ്. UDF ഇപ്പോൾ യോഗം ചേരുകയാണ് ഓൺലൈനായിട്ട്. തീരുമാനം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ അൻവറിന്റെ നീക്കം UDF-നെതിരാണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലല്ലേ പൊതു സ്വതന്ത്രൻ എന്നതിൽ നിന്ന് മാറി പാർട്ടി സ്ഥാനാർത്ഥിയിലേക്ക് കാര്യങ്ങൾ പോയത്? അതായത് അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നുള്ള സൂചനകൾ, അതല്ലേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയം? മഞ്ജുഷേ, സ്വാഭാവികമല്ലേ അത്? നിങ്ങൾ എന്താ അതെന്തോ ഒരു അത്ഭുതം പോലെ കാണുന്നത്? എന്താണോ മൂർത്തമായ സാഹചര്യം, ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചല്ലേ യുക്തമായ തെരഞ്ഞെടുപ്പ് അടവുകൾ സ്വീകരിക്കുക. അതിലെന്താണ് ഒരു, അതായത് ഇപ്പോഴാണ് LDF-ന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ വികസിച്ച് വന്നിരിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഒരു വാക്ക് ഓവറിന്റെ സിറ്റുവേഷനിലായിരുന്നു UDF. അതുകൊണ്ട് പ്രതീക്ഷ വേണ്ട, പാർട്ടി സ്ഥാനാർത്ഥിയെ വെറുതെ രംഗത്തിറക്കി നാണം കെടേണ്ട. അതിൽ നിന്ന് ഇപ്പോൾ മാറി ചിന്തിക്കുകയാണ്. ഇപ്പോഴാണ് LDF-ന് ഒരു ആത്മവിശ്വാസം ഉണ്ടായത്. ഇനി തിരിച്ച് അൻവർ UDF-മായി സഹകരിച്ച് പോകാനാണ്, പൂർണ്ണമായിട്ടും ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പഴയ അന്തരീക്ഷത്തിലേക്ക് പോവുകയല്ലേ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതൊരു സാങ്കല്പിക ചോദ്യമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ചോദിക്കേണ്ടത്, ഈ ചോദ്യം ആരോടാ ചോദിക്കേണ്ടത്? ലീഗിന്റെയും കോൺഗ്രസിന്റെയും 2 പ്രതിനിധികളെ നിങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. LDF-ന്റെ ഒരാളെ മാത്രമേ ഇരുത്തിയിട്ടുള്ളൂ. ആ ലീഗിന്റെ UDF-ന്റെ 2 പ്രതിയോട് നിങ്ങൾ ചോദിക്കൂ. നിങ്ങൾ വലിയ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു, നിങ്ങൾ നേരത്തെ വലിയ രാഷ്ട്രീയ തീരുമാനം എടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് ഈ 5 ദിവസമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് 5 ദിവസമായിട്ട് എന്ത് അഡ്വാൻറ്റേജ്, എന്ത് മുന്നേറ്റം, എന്ത് മുൻകൈ ആ മണ്ഡലത്തിൽ UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു? ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ കൂട്ടക്കുഴപ്പത്തിൽ കലാശിക്കുകയല്ലേ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മലപ്പുറത്തെ DCC പ്രസിഡന്റ് ജോയിയുടെ ഒരു വീഡിയോ കാണുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട്. നിങ്ങൾ നോക്ക്, അതിന്റെ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ഒരു നനവും കൂടി നിങ്ങൾ നോക്ക്. ഈ അമ്മാവന്റെയും മരുമവന്റെയും ഉച്ചിപ്പുറം അടുക്കളപ്പുറം തേടി പോകുന്ന ആളുകൾ സ്വന്തം പാർട്ടിയിലെ ആ നേതാവിന്റെ ദയനീയമായ ആ വീഡിയോ ഒന്ന് നോക്ക്. നിരാശാബാധനും മണ്ടും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെയൊക്കെയുള്ള കാര്യത്തിന്റെ അവസ്ഥ ജോയിയുടെ ശബ്ദത്തിൽ നോക്കൂ. അൻവറിന്റെ പ്രശ്നം
ഞങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായോ? ആരുടെ ഇടയിൽ അത് സംബന്ധിച്ച് കുഴപ്പമില്ല. ഇപ്പോ മഞ്ജുഷ് സൂചിപ്പിച്ച പോലെ ഈ നിമിഷവും ഇങ്ങനെ വല്ലാതെ ഉദ്യോഗപരിതമായിട്ട് UDF-ന്റെ യോഗം ചേരേണ്ടി വരുന്നത് എന്തിനാ? ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ CK ഷാക്കിർ, LDF-നും CPM-നും ഈ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ്. രാഷ്ട്രീയ പോരാട്ടത്തിന് നിങ്ങൾ വെല്ലുവിളിച്ചു, അവരത് സ്വീകരിച്ചുവെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷവും നിങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ കടലടങ്ങിയിട്ടില്ല UDF-ല്. ഇപ്പോഴും അടിയന്തരമായിട്ട് UDF യോഗം ചേരുകയാണല്ലോ. എന്തിനു വേണ്ടി? ഒരു വ്യക്തിക്ക് വേണ്ടി, അൻവർ എന്നയാൾക്ക് വേണ്ടി. ഇപ്പോഴും UDF ഭയക്കുകയാണ്, അൻവർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുകയില്ലല്ലോ എന്നോർത്ത്. LDF തുറന്നു പറയുകയാണ്, CPM തുറന്നു പറയുകയാണ്, ആ അന്തരീക്ഷം ഞങ്ങൾ മുതലെടുക്കുകയാണ്, അത് സ്വാഭാവികമാണല്ലോ എന്ന്. അത് ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ്. എന്നോടാണോ? അതെ ഷാക്കിർ. അതായത് ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്ത് VPP മുസ്തഫ വെറുതെ ബഹളം വെക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പൊ നമ്മളൊക്കെ ഇവരെ വെല്ലുവിളിച്ചു രാഷ്ട്രീയ പോരാട്ടം നടത്താൻ. അപ്പോഴൊക്കെ ഇവര് പരമാവധി പൊതുസമ്മതത്തെ തപ്പി നടന്നു. ഒരാളെയും കിട്ടിയില്ല, ഒരാൾ മത്സരിക്കാൻ തയ്യാറില്ല. വെറുതെ മാനം കെടാൻ ഒരു മനുഷ്യന് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ മുകേഷിന്റെ ഒരു സിനിമയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉന്തി വിടുന്നത് മത്സരിക്കാൻ വേണ്ടി, അല്ലേ? അതേപോലെ ഈ സ്വരാജിനെ ഇപ്പൊ പ്രാദേശിക DYFIയുടെ SFIയുടെ സോഷ്യൽ മീഡിയയിലെ UDF-കാരുടെ ഒക്കെ പരിഹാസ്യം കാരണം തള്ളി വിട്ടിരിക്കുകയാണ്. നമുക്ക് കാണാം 23-ാം തീയതി തൃപ്പൂണിത്തുറ ഇവിടെ ആവർത്തിക്കും. നമ്മൾ പറയുന്നത് രാഷ്ട്രീയ പോരാട്ടം നടക്കട്ടെ. രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ വികസനം ചർച്ചയാവട്ടെ. പ്രാദേശിക വികസനങ്ങൾ നോക്ക്. 2000 അല്ലല്ല, അതിൽ മറ്റൊരു കാര്യമുണ്ട്. ഉന്തിവിടുന്നു എന്ന് പറയുമ്പോൾ അല്ലല്ല, പൊതുസ്വതന്ത്രനെ കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അല്ലല്ല, LDF നോക്കിയ പൊതുസ്വതന്ത്രരൊക്കെ മത്സരിക്കുവാൻ അവർ തയ്യാറായിരുന്നു, അല്ലാതെ തയ്യാറല്ലാതെ മാറി നിൽക്കുകയായിരുന്നില്ല. പക്ഷെ അവിടെ മറ്റൊരു രീതിയിലേക്ക് രാഷ്ട്രീയം വളർന്നു വന്നു നിലമ്പൂരിൽ. അവിടെ ലീഗ് കോൺഗ്രസും ശ്രമിച്ചിട്ടും അൻവറിനെ ഒപ്പം നിർത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി പാടുപെടുകയാണ്. അതാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ. അല്ലല്ല, അതിന്റെ അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്തുന്നത് LDF ആണ്, CPM ആണ്. അതുകൊണ്ടാണ് അവർ പൊതുസ്വതന്ത്രൻ വേണ്ട, പാർട്ടി ചിഹ്നത്തിൽ ആള് മതി എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് CPM സമ്മതിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിരുന്നില്ല സമ്മതിക്കുമെന്ന്, പക്ഷെ അത് സമ്മതിച്ചു കഴിഞ്ഞു. അല്ല, ഒരു മിനിറ്റ്. പ്രാദേശിക CPM-ന്റെയും DYFIയുടെയും സമ്മർദ്ദം കാരണമാണ് ഇവർക്ക് ഇങ്ങനെ സ്വരാജ്യം ഇറക്കേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യുന്നു. കാര്യം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചയാണ് വേണ്ടത്, വികസന ചർച്ചയാണ്. ഞാൻ ഒരു മിനിറ്റ് എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കും മനുഷ്യൻ. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, നിലമ്പൂരിലെ ഈ 9 വർഷക്കാലത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ രണ്ടും ചർച്ചയാവട്ടെ. ആ ചർച്ചയാകുമ്പോൾ പ്രാദേശികമായി 2016-ൽ LDF പ്രകടന പത്രികയിൽ വെച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ടത് ഒന്ന് നിലമ്പൂരിലെ ബൈപ്പാസ് ആയിരുന്നു. എവിടെയാണ് നിലമ്പൂരിലെ ബൈപ്പാസ്? 9 കൊല്ലമായി വന്നിട്ടുണ്ടോ? അതാണ് അവിടുത്തെ പ്രധാന ചർച്ച. ഇവർ കോടിക്കണക്കിന് രൂപയുണ്ട് എന്ന് ബഡ്ജറ്റിൽ വകയിരുത്തി ഫ്ലക്സ് വെച്ച് 1000 കോടിയിലധികം കടന്നു എന്നല്ലാതെ ആ പ്രവൃത്തി തുടങ്ങാനോ അത് പിന്നെ പ്രാവർത്തികമാക്കാനോ ഇവർ സാധിച്ചില്ല. മാത്രവുമല്ല, നമ്മുടെ UDF-ന്റെ ഭരണകാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ട്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഗവൺമെന്റ് കോളേജ് അനുവദിച്ചു PK അബ്ദുറബ്ബ്. ആ ഗവൺമെന്റ് കോളേജുകൾ എന്റെ കൊണ്ടോട്ടിയിൽ ഉൾപ്പെടെ ഗവൺമെന്റ് കോളേജ് ഭൂമിയായി, കെട്ടിടമായി, NAC അക്രഡിറ്റേഷനായി. എന്നാൽ നിലമ്പൂരിൽ നിങ്ങൾ നോക്ക്, ഈ പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് പോലും ഇത്ര കൊല്ലമായിട്ടും ഭൂമി വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഓരോന്നെടുത്തോ നിങ്ങൾ നോക്കുന്നത് പോലെ നിലമ്പൂരിലെ രാജിവെച്ച MLA-ക്ക് അതിന് ഉത്തരവാദിത്വമുണ്ടോ ഇല്ലയോ PV അൻവറിന്? നിലമ്പൂരിലെ MLA പരാജയമായിരുന്നു. സംശയം എന്താണ്? ഇടതുപക്ഷ MLA അൻവർ പരാജയമായിരുന്നു. ഞാൻ എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പരാജയത്തിൽ ഇവരാണെന്നാ പറഞ്ഞത് 2016-ൽ അവിടെ പിന്നെ ബൈപ്പാസ് കൊണ്ടുവരും, ഗവൺമെന്റ് കോളേജിന് കെട്ടിടവും സ്ഥലവും അനുവദിക്കും. അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് നടന്നിട്ടില്ലല്ലോ. KSRTC ഡിപ്പോ അതേപോലെ കിടക്കില്ലേ? വന്യജീവി ആക്രമണം, ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇവർ എന്താണ് ചെയ്തത്? കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസം എന്ത് സംഭവിച്ചു? ചർച്ച ചെയ്യട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്യാവട്ടെ. കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തുന്ന ദുർഭരണവും നിലമ്പൂരിൽ ഇവർ നടത്തിയിട്ടുള്ള വികസന വിരുദ്ധ നിലപാടുകളും അത് ചർച്ചയാവാൻ ഞങ്ങൾ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ആ തെളി തന്നെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. പക്ഷെ താങ്കൾ ഇപ്പോൾ തള്ളി പറഞ്ഞ ആ MLA ഉണ്ടല്ലോ, ആ മുൻ MLA അൻവർ, അദ്ദേഹത്തെ കൂടെ കൂട്ടുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് താങ്കളുടെ പാർട്ടിയാണ്, മുസ്ലിം ലീഗാണ്. അല്ല, നിങ്ങൾ നോക്കി, ഞങ്ങൾ LDF-ന്റെ MLA അല്ല കൂടെ കൂട്ടുന്നത്. പിണറായി വിജയനെ പ്രതികരിച്ച് സത്യസന്ധമായി ഈ പിണറായി വിജയനെ വിലയിരുത്തി പുറത്തു വന്നിട്ടുള്ള അൻവറിനെ പോലെയുള്ള ആളുകളെ UDF സ്വീകരിക്കും. അതിലെന്താ സംശയം? വികസനം ചർച്ച ചെയ്യുമ്പോൾ വരും ഈ അൻവറിന്റെ കാര്യം അവിടെ നിങ്ങൾക്ക് തന്നെ തള്ളി പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കാലത്ത്
ജനാധിപത്യ സംവിധാനം ആര് വോട്ട് ചെയ്യാൻ തയ്യാറായാലും അവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യില്ലേ? അതിനെന്താ കുഴപ്പം? വല്ല പോരായ്മയുണ്ടോ? ഇവരാരെ മോശക്കാരാണോ? പിണറായി വിജയനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണപരാജയം തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു LDF MLA രാജിവെച്ച് പുറത്തു വന്ന് അദ്ദേഹം CPM-നോട് വിടുചൊല്ലി വന്നതല്ലേ? ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ VPP മുസ്തഫ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അൻവർ എന്നുള്ള ആ രാഷ്ട്രീയ വെല്ലുവിളി അവിടെ ഇപ്പോൾ UDF നേരിടുന്നുണ്ട്. അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ ശ്രീ മഞ്ജുഷ്, LDF-ഉം അതേപോലെ തന്നെ അൻവറും ആൻറ്റി ഇൻകംബൻസി ഇഫക്റ്റ് നേരിടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം, അത് പിണറായി വിജയൻ മാത്രമല്ലല്ലോ ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ ഗവൺമെൻറ് മാത്രമല്ലല്ലോ. സ്ഥലത്തെ MLA PV അൻവർ 2 തവണ, അതായത് 5, 4, 9 വർഷം MLA ആയിരുന്ന ഒരാൾ വികസനം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ ആ മുൻ MLA ചേർന്ന് നിൽക്കുന്നത് ഇപ്പോൾ UDF-നോടൊപ്പമാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത് UDF-നും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് ആ ഒരു ഭാഗം MLA-യുടെ കാലത്ത് അല്ലെങ്കിൽ അൻവറിന്റെ കാലത്ത് വികസന ഉണ്ടായില്ല. അതായത് MLA CPM-നെതിരെ നമ്മൾ ഭരണവിരുദ്ധ, ശ്രീ ഷക്കീർ, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് 9 വർഷം MLA ആയിരുന്നയാളല്ലേ ശ്രീ CK ഷാക്കിർ? PV അൻവർ ഒറ്റയടിക്ക് നിങ്ങളുടെ കൂടെ കൂടുമ്പോൾ വിശുദ്ധനാവുമോ? അദ്ദേഹം കൊണ്ടുവരുന്ന വോട്ടുകൾ എന്തെല്ലാം ആണെങ്കിലും ശരി, PV അൻവറിന് വോട്ടുകൾ കൊണ്ടുവരാൻ കഴിയും. അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. ആ 9 വർഷം അദ്ദേഹത്തിന്റെ കഴിവുകേട് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അല്ല, ഞങ്ങള് അൻവറിന്റെ വ്യക്തി അടിമുടി മാറിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. LDF-ന്റെ നിലപാടോ CPM-ന്റെ നിലപാടോ അദ്ദേഹത്തിനില്ല. അദ്ദേഹം CPM-നെയും പിണറായി വിജയനെയും മരുമനെയും അമ്മോശനെയും മുഴുവൻ തള്ളിപ്പറഞ്ഞു വരികയാണ്. ഇത് മാഫിയ ഭരണമാണ്. നിങ്ങൾ വികസനം ചർച്ചയാക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. വികസനം ചർച്ച ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് LDF ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, വികസനം ചർച്ച ചെയ്യുമ്പോൾ PV അൻവർ നിങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കേണ്ടി വരും, അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടി വരും. അതാണ് ഞാൻ ആ വികസനം ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അൻവറിന്റെ വിഷയം എടുത്തിട്ടത്. ശരി, ശ്രീ മോഹൻ വർഗീസ്. ശ്രീ വികസനമാണ് ചർച്ച എങ്കിൽ, ശ്രീ മഞ്ജുഷ്, വികസനമാണ് ചർച്ചയെങ്കിൽ ഒരുപക്ഷെ ഈ M സ്വരാജിനെ CPM മുന്നോട്ട് കൊണ്ടുവന്നത് തന്നെ വികസനം ചർച്ച ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. അതങ്ങനെയല്ല എന്ന് പറയാനാവുമോ? കാരണം പിണറായി വിജയൻ സർക്കാർ ഒരു പ്രോഗ്രസ് കാർഡുമായി വരികയാണ് 9ാം വർഷം അവസാനിച്ചപ്പോൾ. അങ്ങനെയെങ്കിൽ ആ പ്രോഗ്രസ് കാർഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംസ്ഥാന വ്യാപകമായുള്ളത്, എന്തെല്ലാമാണ് നിലമ്പൂർ ബേസ്ഡ് ആയിട്ടുള്ളത്, ഇതെല്ലാം തന്നെ പറയാൻ തക്ക പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ യുവ നേതാവ് M സ്വരാജ് തീർച്ചയായും ഉചിതമായ സ്ഥാനാർത്ഥിയാണ്. അത് UDF പറഞ്ഞതുകൊണ്ട് വെല്ലുവിളി എന്നുള്ള നിലയിൽ LDF കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ LDF-ന്റെ ഭാഗത്ത് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ ഒരു പക്ഷേ UDF പ്രതീക്ഷിച്ച് കാണില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അത് നിഗമനം മാത്രമേ ഉള്ളൂ, കാരണം അത് മുൻകൂട്ടി പറയാനാവില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഒരു പോരാട്ടത്തിന് റിസ്ക് എടുക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് LDF-ആണ്, UDF അല്ല. കാരണം റിസ്ക്കാണ്, വലിയ റിസ്ക്കാണ്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം റിസ്ക്കാണ്. വളർന്നു വരുന്നൊരു ഭാവി നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ റിസ്ക്കാണ്. നോക്കൂ, ശ്രീ ജെയ്ക് തോമസ് പരാജയപ്പെടുന്നത് വലിയ മാർജിനാണ് ചാണ്ടിയുമ്മനോട്. അത് വലിയൊരു നഷ്ടം തന്നെയാണ്. അതുപോലെ മറ്റൊരു യുവ നേതാവ് കൂടി പോർക്കളത്തിൽ കാലിടറി വീണ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ LDF-ന് വലിയ നഷ്ടമാണ്. അത് മാത്രമല്ല, ഇനിയൊരു തിരഞ്ഞെടുപ്പില്ല. അതുകൊണ്ട് UDF ജയിച്ചു വന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ യഥാർത്ഥത്തിൽ 3.0 പിണറായി 3.0 എന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് ഇവിടെ വലിയൊരു ഗാംബ്ലിംഗ് ആണ്, വലിയ റിസ്ക് ആണ്. അത് ധൈര്യപൂർവ്വം LDF ഏറ്റെടുത്തു. അതിന് LDF-നെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല. കാരണം ഇവിടെ ആരെങ്കിലും LDF എന്തെങ്കിലും പറഞ്ഞോ, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞോ? ഔപചാരികമായി പറഞ്ഞിട്ടില്ലല്ലോ. ഇത് മാധ്യമങ്ങളുടെയും ഒരുപക്ഷെ UDF-ന് ഊഹമാണ്. ഒരു സ്ഥാനാർത്ഥിയും പ്രകടമായി വന്നില്ല, പല പേരുകൾ ചർച്ച ചെയ്തു. അതേസമയം M സ്വരാജിൻ്റെ പേരും ചർച്ച ചെയ്തു. ആ M സ്വരാജ് ആ പ്രദേശത്തുകാരൻ തന്നെയാണ്, അദ്ദേഹം ന്യായമായി മത്സരിക്കാവുന്ന ആളാണ്. പക്ഷേ മുൻകാലങ്ങളിൽ ആകെ 2 പേരേ ഉള്ളൂ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ചത്. അത് കുഞ്ഞാലിയാണ് ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു വന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടു. പിന്നെ മത്സരിച്ച സാക്ഷാൽ ശ്രീരാമകൃഷ്ണനാണ്. എനിക്ക് തോന്നുന്നു 19,000-ഓളം വോട്ടിനാണ് അന്നത്തെ യുവ നേതാവാണ് ശ്രീരാമകൃഷ്ണൻ പരാജയപ്പെട്ടത്. അതുകൊണ്ട് പിന്നീട് ഒരു സ്വതന്ത്ര പരീക്ഷണം TK ഹംസയാകട്ടെ, മറ്റേ അൻവറാകട്ടെ, സ്വതന്ത്ര പരീക്ഷണം. ശ്രീരാമകൃഷ്ണന് ശേഷം 2 ടേമിലും അൻവറായിരുന്നു. അല്ല മഞ്ജുഷേ, ശ്രീ മോഹൻ സാർ,
അതിനിടയിൽ ദേവദാസ് പൊറ്റക്കാട് ദേവദാസ് ഉണ്ടായിരുന്നു. ദേവദാസ് പൊറ്റക്കാട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, 2006 ശേഷം ഇല്ലല്ലോ അല്ലെ? 2006 ശേഷം ഇല്ല. ശരി, മോഹൻ വർഗീസ്. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു തീരുമാനമാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ VPP മുസ്തഫ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ കളിയാക്കലുകൾക്കുള്ള മറുപടിയുമുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ പോരാട്ടം എന്ന് എല്ലാ കാലത്തും ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മാത്രം മത്സരിച്ചാലേ രാഷ്ട്രീയ പോരാട്ടമാവുകയുള്ളൂ എന്നുള്ള വ്യാഖ്യാനം വേണ്ട എന്നാണ്. അല്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നില്ല. പക്ഷേ തലേ ദിവസം വരെ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത, CPM എന്ന വാക്കുകൾ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയത്തില്ലാത്ത ചിലരെ പിടിച്ച് മത്സരിപ്പിക്കുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാവുന്നത്. ഡോക്ടർ ജോ ജോസഫ് ആരായിരുന്നു? CPM-ആയിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ബന്ധം? പാലക്കാട് മത്സരിച്ച സരിൻ, അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു CPM-മായി ബന്ധപ്പെട്ട്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്സ് റാക്കറ്റ് നടക്കുന്നുവെന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞ ആളെ ഇന്നലെ രാത്രി കൊണ്ടുവന്ന് ഇന്ന് രാവിലെ സ്ഥാനാർത്ഥിയാക്കിയായിരുന്നു പാലക്കാട് ചെയ്തത്. അപ്പോൾ അത് അദ്ദേഹം ഏറ്റുപറഞ്ഞിട്ട് പോലും ഇവിടെ അൻവർ UDF നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും എതിരെ പറഞ്ഞതെല്ലാം എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞു എന്നെങ്കിലും വിചാരിക്കാം. ഈ സരിൻ ഇതൊന്നും മാറ്റി പറഞ്ഞിട്ട് പോലും ഇല്ല. UDF-നെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചിട്ടില്ല PV അൻവർ. അല്ലെന്നേ, UDF-ൽ അല്ലല്ലോ അദ്ദേഹം. സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതെ ഇപ്പോൾ UDF-ലേക്ക് കയറ്റുവാനുള്ള ചർച്ച നടക്കുകയാണ്. അത് പറയുമ്പോഴും വരും. ഇപ്പൊ ഇന്ന് വന്നാൽ തന്നെ ഇന്നലെ തള്ളിപ്പറഞ്ഞയാൾ ഇന്നെങ്ങനെ പെട്ടെന്ന് വിശുദ്ധനാവും? അത് സരിന്റെ കാര്യത്തിലെ പോലെ ഇവിടെയും ബാധകമായി വരും. ഉണ്ടാവില്ല. ശ്രീ അൻവറിന്റെ മുമ്പിൽ UDF നേതൃത്വം, PK കുഞ്ഞാലിക്കുട്ടിയും ശ്രീ VD സതീശനും KPCC പ്രസിഡന്റും RSPയുടെ നേതാക്കളും കേരള കോൺഗ്രസിന്റെ പാർട്ടി നേതാക്കളും എല്ലാവരുമുള്ള UDF നേതൃത്വം, ആ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു ഡിമാൻഡാണ്, ഒറ്റ ഡിമാൻഡ്. അത് UDF-ന്റെ സ്ഥാനാർത്ഥി അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ഇപ്പൊ അംഗീകരിച്ചാൽ അദ്ദേഹം ഇന്ന് UDF ആണ്. ഈ നിമിഷം അംഗീകരിച്ചാൽ അത് ആ ഒറ്റ ഒരു കൺസ്ട്രെയിൻ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. ഇനി മഞ്ജുഷി ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അത് ഷാക്കിറിനോടാണ് ചോദിച്ചെങ്കിൽ പോലും, അൻവർ പരാജിതനായ MLA ആണെങ്കിൽ അൻവറിനെ കൂടെ ചേർക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ കോട്ടി വയ്ക്കാൻ പറ്റുക? നോക്കൂ, അൻവർ പരാജിതനായ MLA ആണ് എന്ന് തുറന്നു പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അൻവർ ഞങ്ങളുടെ കൂടെ വന്നാലും ഇല്ലെങ്കിലും. അൻവർ ഏറ്റവും അവസാനം രാജിവെക്കുന്ന പ്രസ് മീറ്റ് അത് ന്യൂസ് 18-ന്റെ ആർക്കൈവ്സിലുണ്ട്. അതിൽ അദ്ദേഹം ക്ലിയറായി പറയുന്നുണ്ട്, ഈ സർക്കാർ ചലിക്കുന്നില്ലാത്തൊരു സർക്കാരാണ്. ഒരു MLA എന്നുള്ള നിലയിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. മന്ത്രിമാരെ സമീപിച്ചിട്ട് നടപടിയാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് P ശശി എന്ന് പറയുന്ന ഒരു ഏകാധിപതി നിൽക്കുകയാണ്. അയാൾക്ക് ഇഷ്ടമുള്ളവരുടെ മണ്ഡലത്തിലേക്ക് മാത്രം ഫണ്ട് വികേന്ദ്രീകരണം നടക്കുന്നുണ്ട് മന്ത്രിമാരുടെ ഓഫീസ് ബന്ധപ്പെട്ട്. ഇങ്ങനെ വലിയ ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ ഉന്നയിച്ച് എന്റെ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരാൻ ഈ സർക്കാർ അനുവദിക്കുന്നില്ല, എന്നെ കൈ കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അയാൾ രാജിവെച്ചത്. നാളെ അയാൾ UDF-നെതിരായി റിബലായി മത്സരിച്ചാലും ഞാൻ ഈ പറഞ്ഞത് ഓൺ റെക്കോർഡാണ്, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അപ്പൊ അതുകൊണ്ട് അൻവർ ഒരു പരാജിതനായ MLA ആണെങ്കിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് ഈ സർക്കാരാണ് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ VPP പറയുന്നത് പോലെ VPP ഞങ്ങൾ അത് അംഗീകരിക്കുകയാണെന്നേ. ഞങ്ങൾക്ക് ഇഷ്ടം അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാവുന്നതാണ്. അതിനിപ്പം പാർട്ടി ചിഹ്നത്തിലാണെങ്കിലും അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാനെങ്കിലും അറിയാവുന്ന ഒരാളെ മത്സരിപ്പിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ പറയുന്നത് M സ്വരാജിനെ അവിടെ മത്സരത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ലേറ്റായി എന്നതിൽ യാതൊരു സംശയം വേണ്ട. അന്ന് ചോദിച്ചു 2006 ഞങ്ങൾ എപ്പോഴാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്നൊക്കെ ചോദിച്ചാൽ, കോൺഗ്രസിന്റെ ഉള്ളിൽ സ്വാഭാവികമായി 140 മണ്ഡലത്തിലും ഏറ്റവും കുറഞ്ഞത് 2 പേരെങ്കിലും ഫിറ്റ് ഫോർ ദ ജോബായ സ്ഥാനാർത്ഥിമാരുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാര്യം എന്താ, കോൺഗ്രസ് അത്രമാത്രം നേതൃബാഹുല്യമുള്ള നേതൃ സമ്പത്തുള്ള ഒരു പാർട്ടിയാണ്. അപ്പോ സ്വാഭാവികമായ തർക്കങ്ങൾ ഉണ്ടാവും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒടുക്കമായിരിക്കും ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു കൺസൈൻസിലേക്ക് എത്തി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. CPM അങ്ങനല്ല. CPM കേഡർ പാർട്ടിയാണ്. ഒരാളെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചാൽ അയാളെ മത്സരിപ്പിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഇത്രയും ദിവസം മാധ്യമങ്ങൾ, കോൺഗ്രസിനെ വിട്ടേക്കൂ, മാധ്യമങ്ങൾ അടക്കം നിങ്ങളുടെ പുറകെ നടന്ന് ചോദിച്ചില്ലേ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന്? M സ്വരാജ് പോലും പറഞ്ഞില്ലല്ലോ പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുമെന്ന്. ഇപ്പോഴല്ലേ പറയാൻ തുടങ്ങിയത്. ഏറ്റവും ഒടുക്കം അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തെ അതിലൊക്കെ എന്ത് അർത്ഥമാണുള്ളത് ശ്രീ വസന്ത് തെങ്ങുംപള്ളി? അതിനിപ്പോ എന്താണ് ഇപ്പോൾ ഞാൻ മത്സരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയേണ്ടതുണ്ടോ? അല്ല, നിങ്ങൾ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയം അങ്ങനെയല്ലേ? വസന്തിനോട് ചോദിക്കുകയാണ്, വസന്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് ചോദിച്ചാൽ പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പേ വസന്തിന് പറയാൻ പറ്റുമോ? പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് പറയും. അതുപോലും പറഞ്ഞില്ല. അത് ആര്യാട് ഷൗക്കത്ത് പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ ആര്യാട് ഷൗക്കത്ത് പറഞ്ഞില്ലല്ലോ ഇത്തവണ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ആര്യാട് ഷൗക്കത്ത് പറഞ്ഞോ പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയാവുന്ന അദ്ദേഹം പറഞ്ഞോ? പറഞ്ഞില്ല. ശ്രീ VPP അങ്ങ് പറയുന്നത് പോലെ നിലമ്പൂർ മാത്രം എടുത്തു പഠിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ അമ്മായച്ചൻ മരുമകൻ
ടീമിന്റെ വെട്ടിനിരത്തൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലിയർ ആയി പത്തനംതിട്ട തൊട്ട് വടകര വഴി കെ രാധാകൃഷ്ണനെ ഒതുക്കി ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് വഴി ഏറ്റവും ഒടുക്കം ജി സുധാകരനെ ഒതുക്കിയത് വരെയുള്ള കഥ അത് ചേർത്ത് വായിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ അമ്മായച്ചൻ മരുമകൻ അടുക്കള പുറത്തെ രാഷ്ട്രീയത്തിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിക്കപ്പെട്ട ആളാണ് എം സ്വരാജ് എന്നത് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റിസൾട്ട് വരുമ്പോൾ ഞാൻ ഈ ചർച്ചകൾ ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടക്കം തൊട്ട് ന്യൂസ് 18ലും മറ്റ് ചാനലുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 25,000 വോട്ടിനായിരിക്കും UDF സ്ഥാനാർത്ഥി ജയിക്കുക. ഇതാ നിങ്ങളുടെ സ്ഥാനാർത്ഥിയും വന്നല്ലോ. വീണ്ടും അതേ ആർജവത്തോടുകൂടി അതേ ഉറപ്പോടുകൂടി പറയുന്നു റിസൾട്ട് വരുന്ന ദിവസം VPPI കൂട്ടി അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കണം. 25,000 വോട്ടിന് UDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കും. അത് അൻവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ശരി, ശ്രീ VPP മുസ്തഫ, ആത്മവിശ്വാസത്തിന് ഇപ്പോഴും കോൺഗ്രസിനും UDF-നും ഒരു കുറവും തട്ടിയിട്ടില്ല. മാത്രമല്ല ഈ രാഷ്ട്രീയ പോരാട്ടത്തെ അവർ സ്വാഗതം ചെയ്യുകയുമാണ്. അത് ഞങ്ങൾ ആഗ്രഹിച്ച പോരാട്ടം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അകമേയുള്ള ഭീരുത്വം പുറത്ത് കാണിക്കാതിരിക്കാനുള്ള തൽക്കാലത്തെ പൊടിവിദ്യകളല്ലാതെ ഈ പറയുന്നതിൽ ഇവിടെ UDF-ന്റെ 2 പ്രതിനിധികളുണ്ട്. അവര് രണ്ടുപേരും പറയുന്നതിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? അവര് എല്ലാം വിടുകയല്ലേ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, അൻവർ പറയുന്നതാണ് ഇപ്പൊ അവർക്ക് വേദവാക്യം. അൻവർ പിണറായിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അൻവർ അമ്മാവനെയും മരുമകനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് വേദവാക്യം. അങ്ങനെയാണെങ്കിൽ ആ 2 UDF പ്രതിനിധികൾക്കും ഈ അൻവർ കഴിഞ്ഞ 9 വർഷമായിട്ട്, 9 അല്ല അതിനു മുമ്പേ 2011 വെച്ച് അദ്ദേഹം തുടങ്ങുന്നുണ്ട് UDF-നെതിരായിട്ട്. ആ ഏറനാട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ തൊട്ട് അന്ന് തൊട്ട് UDF നേതാക്കൾക്കെതിരെ അദ്ദേഹം പറഞ്ഞതിന്റെ വീഡിയോ ഞാൻ പുറത്ത് കാണിക്കട്ടെ. ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ജുഷ് അനുവാദം തരുമോ? പാണക്കാട് തങ്ങന്മാരെ കുറിച്ചിട്ട് ഈ അൻവർ പറഞ്ഞത്, ലീഗിന്റെ നേതാക്കളെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസിലെ ഈ VD സതീശനെ കുറിച്ചിട്ട് പോലും ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഉൾപ്പെടെ എടുക്കട്ടെ. പിന്നെ വലിയ മീൻവണ്ടിയിൽ പണം കൊടുത്തുള്ളത്. അപ്പൊ അൻവർ ഇപ്പോ പിണറായി ഗവൺമെന്റിനെ വിമർശിക്കുന്നത് നിങ്ങൾ വലിയ വേദവാക്യമായിട്ട് അംഗീകരിച്ച് അതാണ് നിങ്ങൾ അൻവറിനെ കൂട്ടാനുള്ള മഹത്വമെങ്കിൽ കഴിഞ്ഞ 10-11 വർഷക്കാലമായി അൻവർ നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ ഓരോ നേതാക്കൾക്കെതിരെയും വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. അതൊന്നും അദ്ദേഹം പിൻവലിച്ചിട്ടില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം പോലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം കൊള്ളില്ല, അദ്ദേഹത്തിന് നിർത്തിയാൽ കിട്ടില്ല, ജയിക്കില്ല എന്ന് അൻവറാ പറയുന്നത്. അങ്ങനെ ഒരു അൻവർ പറഞ്ഞിരിക്കെ പിന്നെ എവിടുന്ന ഇവര് 25,000 വോട്ട് ജയിക്കാൻ പോകുന്നത്? എവിടുന്ന ഇവർക്ക് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നത്? ഭൂരിപക്ഷം പോയിട്ട് മാനമായി നിൽക്കാനുള്ള അവസ്ഥയെങ്കിലും ഉണ്ടാവും. അൻവർ പറയുന്നതാണ് ഈ ഗവൺമെന്റിനെതിരെയുള്ള വിമർശനത്തിൽ നിങ്ങൾക്ക് ആധാരമെങ്കിൽ. ഇനി നിങ്ങൾ നോക്ക്, അവിടെ ഇപ്പോ വികസനത്തിന്റെ കാര്യമാണ് പറയുന്നത്. മഞ്ജുഷ, മിനിഞ്ഞാന്നത്തെ മന്ത്രിസഭാ തീരുമാനം എന്താ? ഇവര് വലിയ നിലയിൽ എതിർത്തതാണല്ലോ നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങൾ, അതിലെ 40 MLA-മാർ ആ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചവരാണ്, UDF-ന്റെ MLA-മാർ. പക്ഷെ ആ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പോവുകയും നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ UDF-ന്റെ LDF-ന്റെ മണ്ഡലം എന്ന് നോക്കാതെ മണ്ഡലത്തിന്റെ വികസനം, നാടിന്റെ വികസനം, ഈ 140 മണ്ഡലങ്ങളിലേക്കും 1000 കോടി രൂപയുടെ വികസനം, അതില് 280ഓളം കോടി രൂപ പോകുന്നത് ഈ നവകേരള സദസ്സ് ബഹിഷ്കരിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്ത UDF-ന്റെ MLA-മാരുടെ മണ്ഡലത്തിൽ ഇവരീ പറയുന്ന ആർജവവും ആളത്വവും അവർക്കുള്ളതാണെങ്കിൽ ഇവർ പറയട്ടെ, ഞങ്ങൾ ബഹിഷ്കരിച്ച നവകേരള സദസ്സിന്റെ ഭാഗമായി ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഈ വർക്കുകൾക്ക് പിണറായി ഗവൺമെന്റിന്റെ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇവർ പറയട്ടെ. അത് നിങ്ങൾ അമ്മാവനും മനുവനും തന്നെ പൊങ്ങിത്തിന്നോ എന്ന് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ ആ ആർജവം കാണിക്കട്ടെ. 4 ദിവസമായല്ലോ തീരുമാനം വന്നിട്ട്. ഓരോ മണ്ഡലത്തിലെയും വർക്കുന്നതാണ്. ആ വർക്കിന് അനുവദിച്ച തുക ഇത്രയാണ്. ലിസ്റ്റ് വന്നല്ലോ. മലപ്പുറം ജില്ല ഒഴികെ കേരളത്തിലെ 13 ജില്ലകളിലും എന്റെ UDF-ന്റെ MLA-മാർ, നിങ്ങളുടെ നേതൃത്വം അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാത്തത്? എല്ലാ മണ്ഡലത്തിലും വികസനത്തിന്റെ വലിയ പൂക്കാലം. അതിന്റെ ഭാഗമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ നടന്ന വികസനം, അതല്ലേ ഈ പറഞ്ഞ നവകേരള സദസ്സ്. അന്ന് പിണറായി വിജയൻ ബാപ്പക്ക് സമാനമായിരുന്നു ഈ പറഞ്ഞ അൻവർ. എന്താ നവകേരള സദസ്സിന് നിലമ്പൂർ മണ്ഡലത്തിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്? വികസനത്തിന്റെ കഴിഞ്ഞ 9 വർഷം പിണറായി ഗവൺമെന്റ് നിലമ്പൂർ മണ്ഡലത്തിന് വേണ്ടി നടത്തിയ വികസനങ്ങളുടെ വലിയ പട്ടികയുണ്ട്. അതിന്റെ വീഡിയോ ഇപ്പൊ കാണുന്നു. ശരി ശരി ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UDF-ന്റെ യോഗം തുടങ്ങിയിട്ടുണ്ട്. UDF നേതാക്കൾ ഇപ്പോൾ ഓൺലൈനായിട്ട് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിന്റെ തീരുമാനം എന്താണ് എന്നുള്ള കാര്യം PV അൻവറിനെ അറിയിക്കും. ശരി, എന്താണ് മഞ്ജുഷ്, ഒരു കാര്യം കൂടി. ഇപ്പൊ ഇവിടെ 2 പ്രതിനിധികളും പറഞ്ഞത്
ഞങ്ങൾ എന്തോ അന്നന്ന് കാലുമാറി വരുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്നു. നിങ്ങൾ എങ്ങനെയാ ശെൽവരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് നെയ്യാറ്റിൻകരയിൽ? അദ്ദേഹം ജന്മം തൊട്ടേ കോൺഗ്രസ് ആയിരുന്നോ? അദ്ദേഹം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വന്നയാളായിരുന്നോ? അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെയാ സ്ഥാനാർത്ഥിയാക്കിയത്? ഒരൊറ്റ ദിവസം കൊണ്ട് രാജ്കി രാമായണം മാറിയപ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലേ? CPM-ൽ നിന്ന് ഒരാളെ കിട്ടിയപ്പോൾ. അങ്ങനെ ഒന്നല്ല, എത്ര അനുഭവങ്ങളുണ്ട്. ശരിയാണ്, അത് എല്ലാവരും ചെയ്യുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ശ്രീ മുഹമ്മദ് വർഗീസ്, PV അൻവറിന് ഏറെ നിർണായകമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ അൻവറിൻ്റേത് വെറും സമ്മർദ്ദം മാത്രമല്ലേ, അൻവർ വഴങ്ങുക തന്നെ ചെയ്യില്ലേ? ഇപ്പോൾ UDF-ൽ ഘടകകക്ഷിയാക്കണം എന്നുള്ള ആവശ്യമാണ് അൻവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഒരു സഹകരണ മുന്നണി എന്ന രീതിയിൽ സഹകരിപ്പിക്കുവാനാണ് തീരുമാനമെങ്കിൽ പോലും അൻവർ വഴങ്ങുവാൻ തന്നെയല്ലേ സാധ്യതയുള്ളത്? അല്ലാതെ ഇപ്പോൾ സ്വരാജ് കൂടി വന്ന സ്ഥിതിക്ക് അൻവർ മത്സരിക്കുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ UDF-ന്റെ ഓൺലൈൻ മീറ്റിംഗിന്റെ ഫലം എന്താണെന്നറിയാം. ഇവിടെ രണ്ട് കാര്യങ്ങളെ സംസാരിക്കാനുള്ളൂ. ഒന്നുകിൽ ഫുൾ മെമ്പർഷിപ്പ് ആസ് എ അലായ്, അല്ലെങ്കിൽ ഘടകകക്ഷി എന്ന നിലയിൽ പൂർണ്ണ മെമ്പർഷിപ്പ്, അല്ല എങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ്. ഇത് രണ്ടിൽ ഒന്ന് എടുത്തിട്ടില്ല എങ്കിൽ അൻവറിന് ഒന്നും ചെയ്യാനാവില്ല. അൻവർ ഒന്നുകിൽ രംഗത്തു നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ മത്സരിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം അൻവറിൻ്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റി, അതായത് സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനമെടുത്ത ആ സ്പിരിറ്റ് അനുസരിച്ച് മത്സരിക്കേണ്ടി വരും. ആ മത്സരിക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു ചൂടും അതെല്ലാം ഒരു മറ്റൊരു കാര്യമാണ്. പക്ഷേ UDF-ന് പുറത്തു വരാനുള്ള ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തു വരാ തീരുമാനം. ആ തീരുമാനം അൻവറിനെ സമന്വയിപ്പിച്ച് കൂടെ ചേർത്ത് മുന്നോട്ട് പോകുന്നതാണ് UDF-ന് ബുദ്ധി എന്ന് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് സ്വരാജ് കടന്നു വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വൈബ്രൻസി അത് തീരെ തുച്ഛീകരിച്ച് കാണാനാവില്ല. കാരണം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് നേരിട്ട് പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ല എന്നും ആണെന്നോ ഒക്കെ ഡിബേറ്റ് ഉണ്ടാക്കാം. പക്ഷേ അത് പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ്. അത് ധൈര്യപൂർവ്വം LDF മുന്നോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ആര്യാടൻ ഷൗക്കത്ത് മികച്ച സ്ഥാനാർത്ഥി UDF-ൻ്റേത് എന്ന് ഇതുവരെ ചർച്ചകൾ ഉണ്ടായിരുന്നു, വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ സ്വരാജ് വന്നതോടുകൂടി ആര്യാടൻ ഷൗക്കത്ത് മതിയോ എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നില്ലേ? അത് നിർണായകമായ ഒരു ചോദ്യമാണ്. കാരണം ഈ മറ്റ് കാര്യങ്ങൾ ഒരു LDF-ൻ്റെ ഒരു തട്ടിക്കൂട്ട് സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ LDF പിന്തുണയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നേരിടാൻ ആര്യാടൻ ഷൗക്കത്ത് മതിയാവും. പക്ഷേ സ്വരാജിന് കുറച്ചുകൂടി ഒരു പാൻ കേരള ഇമേജ് ഉണ്ട്. ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മെമ്പറാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും പ്രൊഫൈലിന്റെ കാര്യത്തിൽ കമ്പാരിസൺ ഒന്നുമില്ല. പല പ്രൊഫൈലുകാരും ഒക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എന്താണ് അവസാനം അനുഭവിച്ചതെന്ന് അറിയാവുന്ന കാര്യമാണ്. പ്രൊഫൈലല്ല, മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവമാണ് പ്രധാനം. മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ UDF-ന് മേൽക്കൈയുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി, കാരണം ആര്യാടൻ ഷൗക്കത്തിന് മണ്ഡലത്തിൽ വേരുകളുണ്ട്, ഇല്ലെന്നല്ല, അതുപോലെ ചെറിയ എതിർപ്പുകളുമുണ്ട്. ആ എതിർപ്പുകൾ എതിർപ്പുകളിൽ നിന്ന് ചില മുസ്ലിം സംഘടനകൾ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ടല്ല, അത് പറഞ്ഞ് യോജിപ്പിക്കുന്നതിനകത്താണ് അതിന്റെ മിടുക്ക്. തീർച്ചയായിട്ടും ലീഗിന് തട്ടകം കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത്, മലപ്പുറം മാത്രമല്ലല്ലോ, UDF-ൽ എക്കാലത്തുമുണ്ടായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ലീഗ് എപ്പോഴും ഒരു ചാലക ശക്തിയായിരുന്നു, കാറ്റലിസ്റ്റിക് റോളായിരുന്നു. അതൊരിക്കൽ കൂടി നടത്തേണ്ടി വരും. അത് ഭംഗിയായിട്ട് അവർ എക്കാലത്തും ചെയ്തിട്ടുണ്ട്, ഇപ്രാവശ്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, ശ്രീ ഷാക്കിർ, എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് മതിയോ എന്നുള്ള ചോദ്യം വരുന്നത് സ്വരാജ് വന്നതോടുകൂടി ഇതാണ്, ഷൗക്കത്തിനെതിരെയുള്ള ചില എതിർപ്പുകളാണ്. അല്ല, നിങ്ങൾ രണ്ട് കാര്യം പറയാൻ സമ്മതിക്കുന്നത് നെറ്റ്വർക്ക് എററിനോട് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. ഒന്ന്, നേരത്തെ ശ്രീ VPP പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ കണക്ക്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. 2011 മുതലുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 5 ഞാൻ എണ്ണിത്തരാം. ഒന്ന്, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം തുറമുഖം, പിന്നെ മെട്രോ, അതേപോലെ തന്നെ 6 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഒരു മിനിറ്റ് പറയട്ടെ, നിങ്ങൾക്ക് ബേജാറാവല്ലേ, നിങ്ങൾ ബഹളം വെക്കല്ലേ പ്ലീസ്, കേൾക്ക്. ഞാൻ ചോദിക്കട്ടെ VPP, ഞങ്ങൾ ഇങ്ങനെ എണ്ണുന്നു. അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഗവൺമെന്റ് കോളേജുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉൾപ്പെടെ കൊണ്ടുവന്നു. നിലമ്പൂരിൽ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 9 വർഷം കൊണ്ട് ഏതെങ്കിലും ഒരു പദ്ധതി പിണറായി വിജയന്റെ സർക്കാർ ആസൂത്രണം ചെയ്ത് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ ബടായി വിടുക എന്നല്ലാണ്ട് ഏതെങ്കിലും ഒരു പദ്ധതി, ഞങ്ങൾ പറഞ്ഞല്ലോ 5 or 6 വലിയ പദ്ധതികൾ, ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനക്ഷേമ പദ്ധതികളുടെ ഒരു പൂരം തന്നെ നടത്തി. അത് ഞങ്ങൾ തുറന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് തൊട്ട് കാണിച്ചു കൊടുക്കുന്നു. പിണറായി വിജയന്റെ സർക്കാർ ഈ യൂട്ടോപ്യൻ പ്രഖ്യാപനങ്ങളല്ലാണ്ട്, കോടിക്കണക്കിനോട് വാഗ്ദാനങ്ങളല്ലാണ്ട് നിങ്ങൾ എവിടെയാണ് പണം ചെലവഴിച്ചത്? നിങ്ങളൊന്ന് ശ്രീ മഞ്ജുഷേ, എന്റെ ചോദ്യം കേൾക്കുന്നുണ്ടല്ലോ. ഈ ചർച്ചയിൽ അദ്ദേഹം പറയട്ടെ,
ഈ 9 വർഷത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെ ഞങ്ങൾ പറയാം. 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളാണ് ഞാൻ എണ്ണി തന്നിട്ടുള്ളത്. അതേപോലെ ഒറ്റ കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ സ്വരാജിനെ വലിയ സംഭവമായി അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM 2 സീറ്റുകളാ നിലം തൊടാതെ പൊട്ടിയത്. ആരാന്നറിയോ? ഒന്ന് തൃപ്പൂണിത്തുറയിൽ എം സ്വരാജും മറ്റൊന്ന് കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയും. തോറ്റ് പാളിസായ പിണറായി വിജയന്റെ സർക്കാരിന് അനുകൂലമായി ട്രെൻഡ് വന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ മന്ത്രിയാവാൻ സാധ്യതയുണ്ടായിരുന്ന യുവജന നേതാവ് മത്സരിച്ചപ്പോ ആ ജനങ്ങൾ തൂക്കി എറിഞ്ഞു സ്വരാജിനെ. ആ സ്വരാജിനെയാണ് നിലമ്പൂരിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ ജനങ്ങൾക്കിടയിൽ എന്ത് അംഗീകാരമുണ്ട് എന്ന്, നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു എന്ന് തെളിയിച്ചു കൊടുക്കാൻ ഈ പോരാട്ടം ഉപകരിക്കും. നിങ്ങൾ സ്വരാജിനെ വെള്ളപൂശി സ്വരാജിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, ക്യാപിറ്റൽ പണിഷ്മെന്റ് നിങ്ങൾ ദയവായിട്ട് ആളുകൾ ഓർമ്മപ്പെടുത്തരുത്. അതിന് അച്യുതാനന്ദൻ നൽകിയിട്ടുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ചർച്ച ഗുണകരമാവണം, കേരളത്തിന് ഗുണകരമാവണം, രാഷ്ട്രീയ ചർച്ചയാവണം, വികസന ചർച്ചയാവണം. ഈ രണ്ടും നടത്തുമ്പോ CPM-ന് ഒളിച്ചോടേണ്ടി വരും, ഒരു തർക്കവും വേണ്ട. ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്ത് VPP പറയുന്നതൊക്കെ പ്രഖ്യാപനങ്ങളാണ്, ഓരോ ബജറ്റ് സമയത്ത് പ്രഖ്യാപനങ്ങൾ. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. G. സുധാകരൻ, തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മിക്കവാറും ഏത് പാർട്ടിക്കൊപ്പമായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞുതരാം. CPM-നൊപ്പം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പിണറായി വിജയൻ കഴിഞ്ഞാൽ CPM-ന് നേതൃത്വം കൊടുത്ത പ്രമുഖ നേതാക്കന്മാരൊക്കെ ഇപ്പൊ എവിടെയാണുള്ളത്? കോൾഡ് സ്റ്റോറേജിലാണ്. അമ്മോശനും മരുമകനും മാത്രമായി ഈ ഭരണം കൊണ്ടുപോകുന്നു. നിങ്ങളെപ്പോലെയുള്ള സ്തുതിപാഠകരും ദയവ് ചെയ്തിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു എന്താ പറയാ പേരിനെങ്കിലും കേരളത്തിൽ നിലനിർത്താൻ നിങ്ങളൊക്കെ പിണറായി വിജയനെ പ്രതികരിക്കാനുള്ള നട്ടല് കാണിക്കണമെന്നാണ് പ്രിയപ്പെട്ട VPP-യോടൊക്കെ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, ശ്രീ VPP മുസ്തഫ, ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഈ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വഴിവെക്കുമെന്നാണ്. മുസ്തഫ കേട്ടോ? ഗോപീഷൻ, സോറി മഞ്ജുഷേ, അല്ല മറുപടി കൊടുക്കും. ഷാക്കിർ ഒരു രാഷ്ട്രീയ ആരോപണമാണല്ലോ ഉന്നയിച്ചത്. നമ്മുടെ ലീഗ് പ്രതിനിധിയുടെ രാഷ്ട്രീയ ബോധം എത്രയേ ഉള്ളൂ എന്ന് കാണുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ ആ രാഷ്ട്രീയ പ്രവർത്തകന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അന്ത്യമാണോ? അങ്ങനെയാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി തോറ്റത് എവിടെയാ? PK കുഞ്ഞാലിക്കുട്ടി തോറ്റത് കുറ്റിപ്പുറത്തല്ലേ? കുറ്റിപ്പുറത്ത് തോറ്റ PK കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു. KP മജീദ് തോറ്റത് എവിടെയാ? KP മജീദ് തോറ്റത് മലപ്പുറത്തല്ലേ? ആ മലപ്പുറത്ത് KP മജീദ് തോറ്റപ്പോ മജീദിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചോ? നിങ്ങൾ നോക്ക്, ഇങ്ങനെ വല്ലാതെ ഇതൊന്നും ശരിയല്ല. സംസാരിക്കുമ്പോൾ മുസ്തഫ പറയട്ടെ. അല്ലല്ലോ ഷാക്കിർ, അതിനുള്ള മറുപടിയാണ് മുസ്തഫ നൽകുന്നത്. അല്ല അതല്ല മജിത്തെ, ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിനൊന്ന് മറുപടി പറയാൻ നിങ്ങൾ അവസരം കൊടുക്കി. ജനങ്ങൾ കേൾക്കട്ടെ. CPM-ന്റെ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്നിട്ട് അദ്ദേഹം തന്ത്രപൂർവ്വം വിഷയം മാറ്റാണ്. ഞാൻ പറയാത്തത് പറയാണ്. അദ്ദേഹം ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയാത്തല്ലോ പറയുന്നത്, തൃപ്പൂണിത്തുറയിലെ തോൽവിയാണല്ലോ നിങ്ങൾ പറയുന്നത്. അത് പറയട്ടെ. അതായത് ഈ LDF-ന്റെ സർക്കാർ വരുന്ന സമയത്ത് 2 സിറ്റിംഗ് സീറ്റുകൾ പോയി യാഥാർത്ഥ്യമല്ലേ? അല്ല, അതിനുള്ള മറുപടിയാണ് മുസ്തഫ നൽകിയത്. ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അത് രാഷ്ട്രീയ ബോധമല്ല, അദ്ദേഹത്തിന് ചരിത്രബോധം ചത്തുണ്ടാ. ശരി, മുസ്തഫ മറുപടി പറഞ്ഞോളൂ. മുസ്തഫ പറഞ്ഞോളൂ. സ്വരാജിന്റെ വ്യക്തിയല്ല ഇവിടെ K. മുരളീധരൻ ഇനി അങ്ങനെ ഒരു സിറ്റിംഗ് മണ്ഡലത്തിൽ തോക്കുന്നതാണ് പ്രശ്നമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് K. മുരളീധരൻ അദ്ദേഹം മന്ത്രിയായിട്ട് മത്സരിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിൽ. കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA രാജിവെപ്പിച്ചിട്ട് K. മുരളീധരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് മന്ത്രിയായിട്ട് മത്സരിച്ചപ്പോ തോറ്റ് തുന്നമ്പാടി AC മൊയ്തീനോട്. K. മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചോ? ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് ജനം എടുത്തെറിയലാണോ? 7 തെരഞ്ഞെടുപ്പിൽ തോറ്റയാളാ K. മുരളീധരൻ. 4 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും. KP മജീദ് മലപ്പുറത്ത് നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലത്തിലല്ലേ തോറ്റത്? നിങ്ങൾ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ, സ്ഥാനാർത്ഥിയെ കാണാതെ പോലും ആളുകൾ കോടി ചിഹ്നത്തിൽ ജയിപ്പിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ തോറ്റില്ലേ? KP മജീദ് ജനങ്ങൾ തൂത്തെറിഞ്ഞ ആളായോ? എന്തെങ്കിലും രാഷ്ട്രീയ ബോധം വേണം, ചരിത്രബോധം വേണം. വെറുതെ ഇങ്ങനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന നിലയിലുള്ള വർത്തമാനങ്ങൾ പറയരുത്. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലെ ജയം കൊണ്ട് പൂത്തുലയുന്നതല്ല രാഷ്ട്രീയ ജീവിതം. മറ്റൊരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ കൂമ്പടയുന്നതുമല്ല രാഷ്ട്രീയ ജീവിതം. നിങ്ങളെപ്പോലെ ഈ ലീഗും കോൺഗ്രസും ഒക്കെ വെറും പാർലമെന്ററി
വ്യാമോഹങ്ങൾ, സ്ഥാനമാനങ്ങൾ, അതിന്റെ അധികാരം, ഇത് മാത്രം ലക്ഷ്യമിടുന്നതുകൊണ്ടാ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ ജനം നിരാകരിച്ചു എന്നൊക്കെ തോന്നുന്നത്. അങ്ങനെ ജനം നിരാകരിച്ച ഒരാളാണ് ഈ എം സ്വരാജ് എങ്കിൽ, ഒരു ജനസ്വാധീനവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ MLA അദ്ദേഹമല്ലേ പോസ്റ്റ് ഇട്ടത്? നിങ്ങളെ പോലെ ഈ ആപ്പ ഉപ്പ കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ, UDF മാത്രമല്ലല്ലോ. ശരിയാണ് ശ്രീ വസന്തകുമ്പള്ളി, നിങ്ങൾ തന്നെ അംഗീകരിച്ചു പോയി, സ്വരാജിനെ നിങ്ങൾ തന്നെ അംഗീകരിച്ചു പോയി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വെല്ലുവിളിക്കുകയായിരുന്നു സ്വരാജിനെ ഇറക്കാൻ ധൈര്യമുണ്ടോ എന്ന്. അപ്പോൾ സ്വരാജിന് മികവുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് വസന്ത്. രക്ഷപ്പെട്ടു. നിങ്ങൾ നോക്ക്, പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്ന വികസനങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറി പോടെ നോക്ക്. അത് വസന്ത് മറുപടി, വസന്ത് നിങ്ങൾ തന്നെയാണ് വില കൂട്ടിയത്, സ്വരാജിന് വില കൂട്ടിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, നടപ്പിലാക്കിയ CPM നടപ്പിലാക്കിയ പദ്ധതി കൊച്ചെണ്ണോ രാഷ്ട്രീയ പ്രസംഗം നടത്തി രക്ഷപ്പെടല്ലേ? പറഞ്ഞോളി രാഷ്ട്രീയ പ്രസംഗം നടത്തി രക്ഷപ്പെടലേ. 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഭരണ നേട്ടമാണ് ഇവിടെ ലീഗ് പ്രതിനിധി പറയുന്നത്, ഷാക്കിർ പറയുന്നത്. ഇതല്ലേ ഷാക്കിറെ 2016 ഇലക്ഷൻ സമയത്ത് നിങ്ങൾ നാട്ടുകാരോട് പ്രസംഗിച്ചത്? ഞങ്ങളിതാ കണ്ണൂരിൽ എയർപോർട്ട് കൊണ്ടുവന്നു, ഞങ്ങളിതാ വിഴിഞ്ഞത്ത് തുറമുഖം കൊണ്ടുവന്നു, ഞങ്ങളിതാ കൊച്ചിയിൽ മെട്രോ കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ഷാക്കിറെ ആ 2016 ഈ വികസനമെല്ലാം നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്നതിന്റെ ചൂടും ചൂരും നിൽക്കുമ്പോൾ 2016 ഇലക്ഷനിൽ കേരളം നിങ്ങളെ തോൽപ്പിച്ചത്, 91 സീറ്റിൽ അന്ന് കേരളം LDF ജയിപ്പിച്ചത്, ഈ പറഞ്ഞ തൃപ്പൂണിത്തറയിൽ, കുണ്ടറയിൽ ഒക്കെ അന്ന് എന്തുകൊണ്ട് ജനം ഇടതുപക്ഷത്തെ, സാക്ഷാൽ ഉമ്മൻചാണ്ടി അന്ന് ജീവിച്ചിരിക്കുക, കല്ലറയല്ല. അന്ന് ഉമ്മൻചാണ്ടി നേരിട്ട് ഞാൻ നടപ്പിലാക്കിയ വികസന നേട്ടം എന്ന് പറഞ്ഞിട്ടല്ലേ വോട്ട് പിടിച്ചത്. പക്ഷെ ജനം ജയിപ്പിച്ചത് ആരെയാ? ഈ പിണറായി വിജയനെയല്ലേ. എന്നിട്ട് ഇടതുപക്ഷത്തെ അധികാരത്തിലെത്തിയത്. എന്നിട്ട് ആരാ വികസനം കൊണ്ടുവന്നത്? ആ 5 വർഷത്തെ വികസനം പറഞ്ഞിട്ട് 2021 നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടിയില്ലേ? 2021 നിങ്ങൾ ഇതേ വർത്തമാനം പറഞ്ഞില്ലേ? ഞങ്ങൾ കൊണ്ടുവന്നതാണ് മെട്രോ, ഞങ്ങൾ കൊണ്ടുവന്നതാണ് കണ്ണൂർ വിമാനത്താവളം. എന്നിട്ട് 2021 ഇലക്ഷനിലും ജനം ആരെയാ സ്വീകരിച്ചത്? നിങ്ങൾ പറയുന്നതാണ് മാനദണ്ഡമെങ്കിൽ UDF ജനം തൂത്തെറിഞ്ഞില്ലേ? 2 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണ നേട്ടം പറഞ്ഞിട്ട് ജനം ആരെയാ വിശ്വസിച്ചത്? ഷാക്കിറെ, നിങ്ങളെയല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തെ. ശരി ശ്രീ വസന്തകുമ്പള്ളി, സ്വരാജിന്റെ വില കൂട്ടിയതും നിങ്ങൾ തന്നെയാണ്. സ്വരാജിന്റെ വില കൂട്ടിയതും നിങ്ങൾ തന്നെയാണ്. അതിന്റെ വില കൂട്ടുകയല്ല ചെയ്തത് ശ്രീ മഞ്ജുഷ്. മഞ്ജുഷ ഒരു ചോദ്യം കൂടി, ഒരൊറ്റ ചോദ്യം കൂടി. ഇന്നിപ്പോ ആര്യാടൻ ഷൗക്കത്ത് അല്ല, വസന്ത് പറയൂ, നിങ്ങൾ തന്നെയാണ് വില കൂട്ടിയത് സ്വരാജിന്റെ. വസന്ത്, യൂത്ത് കോൺഗ്രസുകാരാണ് വെല്ലുവിളിച്ചത്. വസന്ത് പറയൂ, വസന്തിന്റെ അവസരം കൊടുക്കും. വസന്ത് മറുപടി പറയാൻ. പക്ഷെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നില്ലല്ലോ, അദ്ദേഹം ഒളിച്ചോടുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു. വസന്ത് മറുപടി. വസന്ത് പറയാൻ ചേർത്ത് നിങ്ങൾ നാണം കെട്ട സർക്കാരല്ലേ, നാണം കെട്ട സർക്കാർ. എന്നിട്ട് തെരുവ് പ്രസംഗം നടത്തി രക്ഷപ്പെട്ടു പോവാണ്. വസന്ത് ഞങ്ങൾ വെറുതെ ഒരു ഗോഗ്വ വിളിക്ക് വേണ്ടി സ്വരാജിനെ വിളിച്ചതല്ല. നോക്കൂ, ആ മണ്ഡലത്തിൽ നിന്നുള്ള CPM പരിണത പ്രജ്ഞനായ ഒരേ ഒരു നേതാവ് ശ്രീ സ്വരാജാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ അൻവറിനെ ഇവർ പരീക്ഷിക്കുന്ന സമയത്തും ഈ സ്വരാജ് ഇതേ തലക്കനമുള്ള CPM സംബന്ധിച്ച് ഇതേ മാർക്കറ്റ് വാല്യൂ ഉള്ള നേതാവായിരുന്നു. അന്ന് സ്വരാജിൽ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ടായി. എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്വരാജിനെ അവിടേക്ക് ക്ഷണിച്ചത്? സ്വരാജ് അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ക്ഷണിച്ചത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളെ സംബന്ധിച്ച് ഇത് ക്രൂഷ്യൽ മത്സരമാണെന്നേ. ആ മത്സരം നിലമ്പൂരിലായതുകൊണ്ടല്ലേ, മറിച്ച് വരാനിരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർ മത്സരിക്കുന്ന ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമായി തന്നെയാണ് ഞങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്, അവസാനത്തെ അംഗമാണ്. ആ അംഗത്തിൽ ഏതെങ്കിലും നേരത്തെ VPPയുടെ ഭാഷ കയ്യിലെടുത്താൽ ഏതെങ്കിലും ആപ്പയോടോ ഊപ്പയോടോ ജയിച്ചാൽ പോരാ. അങ്ങനെ ജയിച്ചാൽ പോരാ. ഞങ്ങൾക്ക് ജയിക്കേണ്ടത് CPMകാരനോടാണ്. ഞങ്ങൾക്ക് ജയിക്കേണ്ടത് പിണറായി ഫോളോവറോടാണ്. അവിടുത്തെ ജനത്തിന് ആഞ്ഞ് വോട്ട് കുത്തേണ്ടത്, പിണറായിക്കെതിരായി വോട്ട് കുത്തേണ്ടത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനെതിരായിട്ടാണ്. അല്ലാതെ ഈ പറയുന്ന എന്താണ് TVയോ ഓട്ടോയോ
ടെലസ്കോപ്പോ അതിനൊന്നും എതിരെ കുട്ടിയെ പോരാ. ശരി നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഷൗക്കത്തിനെതിരെ എം സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയോ? അതെ എന്ന് 55% പ്രേക്ഷകർ, അല്ല എന്ന് 40%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.